ഗ്രാമപഞ്ചായത്തും ശുചിത്വ ഗ്രാമമായി മാറിയിരിക്കുന്നു. അപ്പോ നിങ്ങളെപ്പോലുള്ള കുട്ടികളൊന്നും ഈ വലിച്ചെറിയുന്ന സംസ്കാരം ഉണ്ടാവാൻ പാടില്ല. എല്ലാം നമുക്ക് ഒതുക്കി സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ട അവസ്ഥയുണ്ട്. നമ്മുടെ വിദ്യാലയത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ ഇവിടെ ഇടാറില്ലേ നമ്മള് വല്ലപ്പോഴൊക്കെ, അതുപോലും ഇടാൻ പാടില്ല. അത് കൊണ്ടുവന്ന് ഇടേണ്ട സ്ഥലമാണ് ഇത്. ഇതിന്റെ വായുവും വെള്ളവും നല്ല പ്രകൃതിയും നമ്മൾ കൊടുക്കണം എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത തലമുറ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന മഹത്തായ കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് കൈമാറുകയാണ് ഞങ്ങൾ ചെയ്യണത്. നിങ്ങൾക്ക് വാട്സപ്പ് പറഞ്ഞു തന്നേലേ ഈ ബൂത്ത് എന്തിനുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഇതെന്തിനാ വെച്ചുള്ളത്? പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ നിക്ഷേപിക്കാം. അപ്പോൾ ചെറുപ്പം മുതൽ നിങ്ങളിത് പഠിച്ചു പോകണം. അതിനു വേണ്ടിയാണ് ഈ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വോട്ടിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിനെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ബിന്ദു മെമ്പറെ വിളിച്ച ഉടനെ തന്നെ ഒരു പോസിറ്റീവ് എനർജി. എന്താ ടീച്ചറെ എന്നൊരു ചോദ്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്തിനെ വിളിച്ചാലും ഉടനെ എന്തായാലും ഞാൻ എത്തുക. ബാക്കിയുള്ളവർക്ക് ചിലരൊക്കെ വിളിക്കുമ്പോൾ നോക്കാം എന്ന് പറയും. പക്ഷെ എന്ന് വിളിച്ചാലും നമ്മുടെ പ്രസിഡന്റ് എന്താ പറയാന്നറിയോ, ഞാൻ എന്തായാലും എത്തും ടീച്ചറേന്ന്. അത് കേട്ടാൽ തന്നെ നമ്മുടെ വയറ് നിറയും.